ഹായ് കൂട്ടുകാരെ, നമ്മൾ 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള വോളിയം അഥവാ വ്യാപ്തം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിലെ പേജ് നമ്പർ 42 വരുന്ന ചോദ്യങ്ങൾ, ആ ഭാഗമാണ് പുതിയ രൂപങ്ങൾ. ആ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ ചിത്രം കറക്റ്റായിട്ട് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ വരച്ച് വെച്ചതാണ്. ചോദ്യം വായിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളുടെ വ്യാപ്തം കണക്കാക്കുക. എല്ലാ അളവുകളും സെൻറ്റിമീറ്ററിലാണ്. കാൽക്കുലേറ്റ് ദ വോളിയംസ് ഓഫ് ദി ഷേപ്പ് ഷോൺ ബിലോ. ഓൾ ലെങ്ത് ആർ ഇൻ സെൻറ്റിമീറ്റർ. അതായത് ഇതൊരു എച്ച് രൂപത്തിലുള്ള ഒരു രൂപം തന്നിട്ടുണ്ട്. ഈ രൂപത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാ അളവുകളും എന്തിലാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പം നമുക്കിത് മൊത്തം ഒറ്റയടി കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഓരോ ഭാഗങ്ങളാക്കുക. ഫിഗർ ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സ്ക്രീനിൽ കൊടുക്കാം. ഈ ഭാഗത്തിനെ 3 ഭാഗങ്ങളാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കി നോക്ക്. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഇത് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും, ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഈ 3 എണ്ണത്തിൻ്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മ് എടുത്താൽ മതി. അപ്പോൾ അത് ഒന്നാമത്തത്. ഇതിന് ഞാൻ 2 എന്ന് നമ്പർ കൊടുത്ത്, ഇതിന് ഈ ചെറിയ കഷ്ണത്തിന് 3 എന്ന് നമ്പർ കൊടുത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്വയറിൻ്റെ 1ൻ്റെ വോളിയം കാണാം. അപ്പോൾ ഞാൻ എഴുതി 1 ഇടുക. എന്നിട്ട് വ്യാപ്തം അഥവാ വോളിയം. ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടുത്തെ ലെങ്ത്ത് എത്രയാണ്? 16 ഇൻറ്റു, ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. ബ്രെഡ്ത്ത് ഇതാ 4 ഇൻറ്റു, ഇതാണ് ഹൈറ്റ്. നിങ്ങൾക്കിത് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവില്ല. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 3. ഈ മുക്കം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 4 ഇൻറ്റു 3 12. 16 ഇൻറ്റു 12 നമുക്ക് ഗുണിച്ച് നോക്കാം. 16 ഇൻറ്റു 12. 2 6 12. 2 ബാക്കി 1. 2 2 1 3. 1 6 6 1 1. 2 6 3 9 1. ആദ്യത്തെ വോളിയം കിട്ടി 192. ഇതേപോലെ രണ്ടാമത്തേൻ്റെ വോളിയം കാണുക. 2ൻ്റെ വ്യാപ്തം അഥവാ വോളിയം സമം. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഇക്വേഷൻ എഴുതണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഇതിൽ നമുക്ക് നീളം, വീതി, ഉയരമാണ് വേണ്ടത്. അതിലാദ്യം നമുക്ക് എല്ലാത്തിൻ്റെയും ഹൈറ്റ് എത്രയാണ്? എല്ലാ ഭാഗത്തിൻ്റെയും ഹൈറ്റ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഈ ഹൈറ്റ് 3. ഇനി ഇവിടെ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയൊക്കെ എത്രയായിരിക്കും? 4. അപ്പം നമുക്ക് കിട്ടി 3 4. നമുക്ക് എത്രയാണ് വേണ്ടത്? ലെങ്ത്ത്. അതായത് ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഇവിടെ എത്രയാണ്? 16. അപ്പോൾ ഇവിടെയും 16 ആയി. അപ്പോൾ നമുക്ക് ലെങ്ത്ത് 16, വീതി 4 ഇൻറ്റു 3. ഇത് കുറിച്ച് നമുക്ക് നേരത്തെ അതേ ഉത്തരം തന്നെയാണ് കിട്ടുക, 192. ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തേൻ്റെ വോളിയം, 3ൻ്റെ വ്യാപ്തം അഥവാ വോളിയം. ഇക്വേഷൻ എഴുതുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ ഈ ഫിഗറിൽ നോക്കുക. ഫിഗറിൽ ഇത് 4 ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ 4. അപ്പോൾ ഇവിടെ എത്രയാണ്? 4. അപ്പോൾ നമുക്ക് നീളം കിട്ടി. നീളം എത്രയാണ്? 4 ഇൻറ്റു, ഇനി വീതിയും ഉയരമാണ് വേണ്ടത്. ഇതിലേക്ക് പോവാം. എല്ലാത്തിൻ്റെ ഉയരം എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അപ്പോൾ ഉയരം വേറെ കണ്ടുപിടിക്കാനില്ല. ഇനി നമുക്ക് ഇവിടെ ഈ ചിത്രത്തിൽ നീളം, വീതി, ഉയരം 3 തന്നെയാണ്. ഇത് നോക്കി നോക്ക്. ഇതാണ് വീതി. വീതി എത്രയാണ്? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 തന്നെയായിരിക്കും. ഇനി നീളം കണ്ടുപിടിക്കാൻ ഇത് മൊത്തം എത്രയും നമുക്കറിയാം, 16. ഇനി നീളം കണ്ടുപിടിക്കാൻ ഇവിടെയും ഇവിടുത്തെയും അളവുകൾ അറിഞ്ഞാൽ മതി. ഇവിടെ 6 ആണ് ഇത്രയും ഭാഗം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 6. അപ്പോൾ നീളം കണ്ടുപിടിക്കാൻ 16 6 കൂടെ 6 കൂട്ടി എത്രയാണ്? 12. ഇവിടെ 16 ഓൾറെഡി ഉണ്ട്. ഇനി 6 കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 12.
എന്ത് ചെയ്താൽ മതി? മൊത്തം 16 ഈ 12 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ബാക്കി എത്ര കിട്ടും? 4 കിട്ടും. അപ്പം നീളം കിട്ടി, വീതി കിട്ടി, ഉയരം കിട്ടി. 4 ഇൻറ്റു 4 ഇൻറ്റു 3, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 3 ഗുണിച്ച് നോക്കാം. 16 ഇൻറ്റു 3, 3 6 18 8, ബാക്കി 1, ഒരു 3 3 1 4, 48 എന്ന് കിട്ടും. നമുക്ക് ആ രൂപത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ 1 + 2 + 3 ചെയ്താൽ മതി. 3 വോളിയം തമ്മിൽ കൂട്ടുക. 192 + 192 + 48, 8ഉം 2ഉം 10, 10ഉം 2ഉം 12, 2 ബാക്കി 1. ഇനി 9ഉം 1ഉം 10, 10ഉം 9ഉം 19, 19ഉം 4ഉം 19ഉം 4ഉം 23, 23നും 3 ബാക്കി 2, 1 1 2, 2 2 4, 432 ക്യൂബിക് സെൻറ്റിമീറ്റർ ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും ഒന്നാമത്തെ ചിത്രത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറഞ്ഞാൽ. രണ്ടാം ചിത്രത്തിൽ ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വ്യാപ്തം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ട് അതിന് 2 ചതുരങ്ങളാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ 2 എണ്ണം കിട്ടി. ഞാൻ എന്ത് ചെയ്യാം? ചിത്രം സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് 1 എന്നും ഇതിന് 2 എന്നും നമ്പർ കൊടുത്ത്, അപ്പോൾ ഒന്നാമത്തേൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇതാണ് ഒന്നാം ചിത്രം. ഇതിൽ നീളം എത്രയാണ്? 11. വീതി ഇതിൻ്റെ ഈ ഭാഗം എത്ര വരുന്നത്? 4. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 4. അപ്പോൾ 4 11 4. ഉയരം എത്രയാണ്? 3. 11 ഇൻറ്റു 4 ഇൻറ്റു 3 സമം 11 ഇൻറ്റു 4 ഇൻറ്റു 3. 11 ഇൻറ്റു 4 44. 44 ഇൻറ്റു 3 44 ഇൻറ്റു 3, 4 3 12 2 ബാക്കി 1, 4 3 12 1 13, 132 എന്ന് കിട്ടും. ഇനി ഇതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ 2 വ്യാപ്തം അഥവാ വോളിയം. നീളം വീതിയും ഉയരവും കാണണം. നീളം വീതി എത്രയാണ്? 4. ഉയരം എത്രയാണ്? 3. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണ്ട. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4. നീളം കണ്ടുപിടിക്കണം. നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ 6ഉം ഇവിടെ 6ഉം ചിത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതെത്രയാണ്? 4. അപ്പോൾ ഇത് എത്രയായിരിക്കും? 4. 3 തമ്മിൽ കൂട്ടിയ നീളമായി. അപ്പോൾ നീളം കണ്ടുപിടിക്കാൻ 6 + 6 + 6 + 4, 6ഉം 6ഉം 12, 12ഉം 4ഉം 16 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാം. 16 ഇൻറ്റു 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3 12, 16 ഇൻറ്റു 12 ഗുണിച്ച് നോക്കാം. 16 ഇൻറ്റു 12, 2 6 12 2 ബാക്കി 1, ഒരു 2 2ഉം 1ഉം 3, ഒരു 6 6 1 2 6 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 9 1. അപ്പോൾ രണ്ടാമത്തേൻ്റെ കിട്ടി 192. ഇനി ടോട്ടൽ അല്ലെങ്കിൽ ആകെ കണ്ടുപിടിക്കാനൊക്കെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിൽ കൂട്ടുക. 132 + 192, 2 കൂടെ 2 കൂട്ടിയ 4, 9 കൂടെ 3 കൂട്ടിയ 12 2 ബാക്കി 1, 1 1 1 3, 124 ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും രണ്ടാമത്തെ ചിത്രത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം. ഇനി മൂന്നാം ചിത്രം. ഈ ചിത്രത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഓറഞ്ച് ലൈനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അതിനെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 1 2 3 4 എന്ന് നമ്പർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ 4 ഭാഗത്തിൻ്റെയും വ്യാപ്തം കണ്ടെത്തിയിട്ട് ആകെ കാണാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ വ്യാപ്തം അഥവാ വോളിയം ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നീളം എത്രയാണ്? 8. നീളം 8. ഇവിടെ വീതി ചിത്രത്തിലുണ്ട്. ഇവിടെ എത്രയാണ്? 4. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 4. അപ്പോൾ 8 4. അപ്പം എഴുതാം 8 ഇൻറ്റു 4 ഇൻറ്റു ഉയരം. ഉയരം എല്ലാ ഭാഗത്തും എത്രയാണ്? 2. ഉയരം 2. ഇവിടെ 2. അപ്പോൾ 2. 8 ഇൻറ്റു 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 8 64.
അതാണ് ഒന്നാമത്തേൻ്റെ. ഇനി രണ്ടാമത്തേൻ്റെ വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാം ചിത്രം ഇതാണ്. അപ്പോൾ നമുക്കറിയാം നീളം അറിയാം, വീതി അറിയാം, അതുപോലെ ഉയരം എത്രയാണ് 2. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 2, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 2 32 എന്ന് കിട്ടും. ഇനി മൂന്നാം ചിത്രം ഇതാണ് വ്യാപ്തം അഥവാ വോളിയം സമം. ഇനി ഈ മൂന്നാമത്തെ കഷണത്തിനെ കണ്ടുപിടിക്കാൻ നീളം ഇവിടെ എത്രയാണ് 8, വീതി 4, ഉയരം നമുക്ക് ഓൾറെഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് 2 ആണ്. അപ്പോൾ 8 ഇൻറ്റു 4 ഇൻറ്റു 2, 8 ഇൻറ്റു 4 ഇൻറ്റു 2, 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 8 64. മൂന്നാമത്തേൻ്റെ കിട്ടി. ഇനി നാലാമത്തേൻ്റെ വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നാലാമത്തത്. അപ്പോൾ നീളം എത്രയാണ് 20 ഇൻറ്റു വീതി 4, 4 ഇൻറ്റു ഉയരം 2. ഇവിടെ എങ്ങനെ 4 കിട്ടിയത്? ഇത് മൊത്തം എത്രയെന്നറിയാം 12. 12ന്ന് 8 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4 ഇട്ട് കഴിഞ്ഞാൽ 9, 10, 11, 12. അപ്പോൾ ഇവിടെ 4 കിട്ടി. അപ്പോൾ 20 ഇൻറ്റു 4 ഇൻറ്റു 2, 20 ഇൻറ്റു 2, 20 ഇൻറ്റു 2 40 ഇൻറ്റു 4, 4 ഇൻറ്റു 4 16, ഒരു 0. അപ്പോൾ 160 എന്ന് കിട്ടി. ഇനി ടോട്ടൽ അല്ലെങ്കിൽ ആകെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. 160 പ്ലസ് 64 പ്ലസ് 64 പ്ലസ് 32, 4 4 8, 8ഉം 2ഉം 10ന് 0, ബാക്കി 1, 3 18 1 19, 20 21 22, 22ന് 2, ബാക്കി 2, 2 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 3, 320 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും മൂന്നാമത്തെ ചിത്രത്തിൻ്റെ വ്യാപ്തം. ഇനി നമുക്ക് പേജ് നമ്പർ 43 അടുത്ത ഭാഗമായിട്ടുള്ള വലിയ അളവുകൾ ലാർജ് മെഷേഴ്സ് എന്ന ഭാഗം നോക്കാം. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള സമചതുരക്കട്ടയുടെ വ്യാപ്തമാണ് ഒരു ഘനമീറ്റർ. അതായത് നമ്മളൊരു സമചതുരക്കട്ട വരയ്ക്കുക എന്ന് വിചാരിക്കുക. അതിൻ്റെ നീളം, വീതി, ഉയരം അതെല്ലാതും 1 മീറ്റർ ആണെങ്കിൽ അതിനെ എന്താണ്? ആ സമചതുരക്കട്ടയുടെ വ്യാപ്തത്തെ പറയുന്ന പേരാണ് ഒരു ഘനമീറ്റർ. ഒരു ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. 1 ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഈ മണലിൻ്റെ വില എത്രയാണ്? A truck is loaded with sand 4 meter long, 2 meter wide and 1 meter height. The price of 1 cubic meter of sand is 1000 rupees. What is the price of the truck load? അപ്പോൾ ലോറിയിൽ എന്ത് ചെയ്യാണ്? മണൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലോറിയുടെ ബാക്ക് സൈഡിൽ എങ്ങനെ ഇരിക്കുക? ഇങ്ങനെ ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. ചതുരഭാഗത്തിൽ ഇതിൻ്റെ നീളം എത്രയാണ്? 4 മീറ്റർ, വീതി 2 മീറ്റർ, വീതി 2 മീറ്റർ, ഉയരം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലോഡിൽ 1 ക്യൂബിക് മീറ്ററിന് 1000 രൂപയാണെങ്കിൽ ഈ മൊത്തം ലോഡിന് എത്ര രൂപയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വോളിയം അഥവാ വ്യാപ്തം L ഇൻറ്റു B ഇൻറ്റു H ഒക്കെ നമുക്കറിയാം. അപ്പോൾ 4 ഇൻറ്റു 2 ഇൻറ്റു 1, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 1 8 ഘന മീറ്റർ. മീറ്റർ എഴുതാൻ കാരണം എന്താ? എല്ലാതും മീറ്ററിലാണ്. അപ്പോൾ ഘനമീറ്റർ അല്ലെങ്കിൽ 8 ക്യൂബിക് മീറ്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 ഘനമീറ്ററിന് 1000 രൂപയാണ്. 1 ഘനമീറ്ററിന് എത്രയാണ്? 1000 റുപ്പീസ്. 1 ക്യൂബിക്
മീറ്ററിന് 1000 രൂപയാണെങ്കിൽ ഇതിലിപ്പോൾ എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 8 ക്യൂബിക് മീറ്റർ. അപ്പോൾ 8 ക്യൂബിക് മീറ്ററിന് എത്ര രൂപയായിരിക്കും? അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ റേറ്റ്, ആകെ വില. അപ്പോൾ ഇങ്ങനെ എഴുതാം 8 ഇൻറ്റു 1 ക്യൂബിക് മീറ്ററിന് 1000. അപ്പോൾ 8 ഘനമീറ്ററിന് 8 ഇൻറ്റു 1000 സമം 8000 റുപ്പീസ്. അഥവാ 8000 രൂപയായിരിക്കും ഈ ട്രക്കിലെ മണലിൻ്റെ വില. രണ്ടാമത്തെ ചോദ്യം, 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം 6 മീറ്റർ ലോങ് 1 മീറ്റർ വൈഡ് 50 സെൻറ്റിമീറ്റർ ഹൈറ്റ്? അതായത് ഒരു തറ ഉണ്ട്, ആ തറയുടെ നീളം അല്ലെങ്കിൽ ലെങ്ത്ത് 6 മീറ്റർ, ബ്രെഡ്ത്ത് വീതി 1 മീറ്റർ, ഉയരം h എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ തറയുടെ വ്യാപ്തം എന്തിലാണ്? ഘന സെൻറ്റിമീറ്ററിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉയരം എന്തിലാണ്? സെൻറ്റിമീറ്ററിൽ. പക്ഷെ ഇത് രണ്ടും എന്തല്ല? സെൻറ്റിമീറ്ററിലല്ല. അപ്പം മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എത്രയായിട്ട് ഗുണിക്കുക? 100 അപ്പോൾ 6 ഇൻറ്റു 100 സമം 600 സെൻറ്റിമീറ്റർ. ഇനി ഒരു മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ 100 അപ്പോൾ 1 ഇൻറ്റു 100 സമം 100 സെൻറ്റിമീറ്റർ. ഇത് മൂന്നും എന്തിൽ കിട്ടി? സെൻറ്റിമീറ്ററിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാം. സമം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ 6 ഇൻറ്റു 100 600. അപ്പോൾ 600 ഇൻറ്റു 100 ഇൻറ്റു 50. അപ്പോൾ ആദ്യം നമുക്ക് സീറോസ് അവിടെ നിൽക്കുക. 6 1 5 ഗുണിക്കുക. 6 ഇൻറ്റു 1 6, 6 ഇൻറ്റു 5 30. ഇനി എത്ര സീറോസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 സീറോസ് അത് ഇട്ട് കൊടുത്താൽ മതി. 1 2 3 4 5 ഇത്രയും ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ആ തറയുടെ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറഞ്ഞാൽ. അത് ചോദ്യം, 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? 1 ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് വില. ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പ്രൈസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 മീറ്റർ ലോങ് 1 meter wide and 25 centimeter height. The price of 1 cubic meter of wood is 16,000 rupees. What is the price of piece of wood? അതായത് ഒരു മരക്കട്ട ഉണ്ട്, ആ മരക്കട്ടയുടെ നീളം വീതി ഉയരം അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? നീളം 5 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം 25 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ മരക്കട്ടയ്ക്ക് ആകെ എത്ര രൂപയായിരിക്കും? 1 ക്യൂബിക് മീറ്ററിന് 1 ഘന മീറ്ററിന് എത്ര രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്? 60,000 രൂപ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ വോളിയം കണ്ടുപിടിക്കാൻ നോക്കണം. ഇതൊക്കെ എന്തില്ല, നമ്മളെല്ലാതും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വോളിയൊക്കെ ക്യൂബിക് മീറ്ററിലാണ്. ഇത് മീറ്ററിലാണ്, പക്ഷേ 25 അതായത് ഹൈറ്റ് മീറ്ററിലല്ല. അപ്പോൾ ഹൈറ്റിനെ മാറ്റണം. സെൻറ്റിമീറ്ററിനെ എന്തിലേക്കാണ് മാറ്റേണ്ടത്? മീറ്ററിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? 25നെ 100 ഹരിക്കുക. ഇനി ഉയരം 25 സെൻറ്റിമീറ്ററിലാണ്. അതിന് നമ്മൾക്ക് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എഴുതാം 25നെ സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 100 എന്ത് ചെയ്യുക? ഹരിക്കുക. അപ്പോൾ 25/100 എന്ന് കിട്ടും. 25ഉം 100നും നമ്മൾ വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. 5 × 5 25. ഇനി 5 കൂടെ
എത്ര ഗുണിച്ചാലാണ് 100 കിട്ടുക? 20 ഗുണിച്ചാൽ. നമുക്ക് ഈ 5ഉം വെട്ടിക്കളയാം. ബാക്കി 5/20. 5ഉം 20ഉം പോണ ഗുണന പട്ടിക ഏതാണ്? 5ൻ്റെ പോവും അല്ലേ? അപ്പോൾ 1 × 5 5, 4 × 5 20. ഇനി 5ഉം ക്യാൻസലായി. ബാക്കി 1/4 മീറ്റർ എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടി. അപ്പോൾ നമുക്കിനി വ്യാപ്തം കാണാം. വ്യാപ്തം അഥവാ വോളിയം L × B × H. അപ്പോൾ നമുക്ക് എഴുതാം 5 × 1 × എത്രയാണ്? 1/4. ഉയരം എത്ര കിട്ടി? 1/4 നമുക്ക് ഗുണിച്ച് നോക്കാം. 5 × 1 5. 5 × 1 5/4 ക്യൂബിക് മീറ്റർ അഥവാ ഘനമീറ്റർ എന്ന് വോളിയം കിട്ടി. നമുക്കറിയാം 1 ക്യൂബിക് മീറ്ററിന് 6000 രൂപയാണ്. അങ്ങനെങ്കിൽ 5/4 ക്യൂബിക് മീറ്ററിന് എത്ര രൂപയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ കോസ്റ്റ്, ആകെ വില 5/4 × 1 ക്യൂബിക് മീറ്ററിന് 60,000 രൂപ. എന്ത് ചെയ്യുക? നമുക്ക് ഗുണിക്കണം. 5 × 6. 5 × 6 എത്രയാണ്? 30. ഈ സീറോസ് എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുക്കുക. 5 × 6 30. എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 പൂജ്യം. 1 2 3 4/4. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒന്ന് ഹരിച്ചു നോക്കാം. 3 എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5 ഹരിക്കണം 4. ഒരു 4 4 7 4 28. 8 4 32 ആണ്. അപ്പോൾ 7 4 28. 10 8 പോയാൽ 2. ഇവിടെ എത്രയാണ്? 2 2 പോയാൽ എത്രയാണ്? 0. ഇനി 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 2 ഇല്ല. അപ്പോൾ ആദ്യത്തെ 0 ഇറക്കിയിടുക. 5 × 4 20. നമുക്ക് കുറച്ചപ്പോൾ എത്ര കിട്ടി? 0 കിട്ടി. ഇവിടെ ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 1 2 3. ആ 0 3 0 മേലേക്ക് കയറ്റിയിടുക. 1 2 3. അപ്പോൾ എത്ര രൂപയാണ് വേണ്ടത്? 75,000 രൂപയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 75,000 രൂപ അല്ലെങ്കിൽ RS. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നമ്മളിന്ന് 2 പേജുകളിലായി വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാണ്? ചെയ്ത് തന്നെ പഠിക്കും. ഞാൻ എല്ലാ വർക്കൗട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഹരിക്കുന്നതും ഗുണിക്കുന്നതും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം എന്തെങ്കിലും എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.